സോ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാം ന്യൂറോൺസ് ആണിത്. ഓക്കെ, ന്യൂറോൺസ് ആണ്. ന്യൂറോണൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കും. അപ്പൊ നമുക്ക് ഇത് നമ്മുടെ ഒരു ഇത് നമ്മുടെ ഒരു ഇമ്പൾസ് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ലൈക്ക് ഫ്രം വൺ ന്യൂറോൺ, ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് അതിന്റെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെ നടക്കുന്നു എന്നാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു സ്ട്രക്ചർ ഓഫ് എ ന്യൂറോൺ ആണ്. ഇതൊരു ന്യൂറോണിന്റെ ഒരു സ്ട്രക്ചർ ആണ്. നമുക്കിതിൽ നമ്മൾ പഠിച്ചിരുന്നു എന്തൊക്കെയാണ് നമ്മുടെ ന്യൂറോൺ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് നമുക്കൊരു സെൽ മെംബ്രെയിൻ ഉണ്ടാകും, അതിനകത്ത് ന്യൂക്ലിയോലസ് ഉണ്ടാകും, സൈറ്റോപ്ലാസം ഉണ്ടാകും, പിന്നെ നമുക്ക് ടെർമിനൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാകും ദാറ്റ് വിൽ കം ഇൻ ടു ദിസ് സെൽ മെംബ്രെയിൻ. ഓക്കെ, അതിന് നമുക്ക് എന്ത് പറയാം, ഡെൻഡ്രൈറ്റ് എന്ന് പറയാം. ഡെൻഡ്രൈറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് എന്തുണ്ട്, ഒരു ആക്സോൺ ഉണ്ട്, ആക്സോൺ. ഓക്കെ, ദാറ്റ് ഈസ് ദ ഇലോങ്ങേറ്റഡ് പോർഷൻ. ഓക്കെ, ഇലോങ്ങേറ്റഡ് പോർഷൻ ഓഫ് ദ ന്യൂറോൺ ആണ് എന്ത്, ആക്സോൺ ഉള്ളത്. പിന്നെ നമുക്ക് ലൈക്ക് സെൽ ബോഡി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് നമുക്ക് ലൈക്ക് നിസൽ ബോഡീസ് ഉണ്ട്, ദെൻ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, ദെൻ സെൽ മെംബ്രെയിൻ ഉണ്ട്, ദെൻ ന്യൂക്ലിയസ് ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയസ് ഉണ്ട്. സോ നിസൽ ബോഡീസ് നമ്മൾ പറഞ്ഞിരുന്നു ലൈക്ക് ഇറ്റ് വിൽ ലൈക്ക് കംപ്രൈസ് ഓഫ് ദിസ് സൈറ്റോപ്ലാസം. ഓക്കെ, സൈറ്റോപ്ലാസം ഉണ്ട് അതിനകത്ത്, പിന്നെ ലൈസോസോം ഉണ്ട്. ഓക്കെ, ലൈസോസോം ഉണ്ട്. ദെൻ നെക്സ്റ്റ് ഈസ് നെർവ് ഫൈബർ. ഓക്കെ, നെർവ് ഫൈബർ, നമുക്ക് നെർവ് ഫൈബറിൽ എന്തൊക്കെയുണ്ട്, അതായത് it will help in the transmission of nerve impulse. Okay, nerve impulse in the transmission help ചെയ്യുന്നതാണ് ഈ nerve fiber. അതിനെ ഫസ്റ്റ് വൺ അതിനൊരു ആക്സോൺ ഉണ്ട്, ദാറ്റ് ഈസ് ദ ലോങ്സ്റ്റ് പോർഷൻ. ഓക്കെ, ലോങ്സ്റ്റ് പോർഷൻ എന്താണ്, ആക്സോൺ ആണ്. അതിന് പിന്നെ മൈലിൻ ഷീത്ത് ഉണ്ട് അല്ലെ, ഇത് നമ്മുടെ മൈലിൻ ഷീത്ത് ആണ്. ദാറ്റ് വിൽ സ്പീഡ് അപ്പ് ദ ന്യൂറോണൽ ട്രാൻസ്മിഷൻ. ന്യൂറോണൽ ട്രാൻസ്മിഷനെ സ്പീഡ് അപ്പ് ചെയ്യുന്ന എന്താണ്, മൈലിൻ ഷീത്ത് ആണ്. അപ്പൊ ചില സ്പേസിൽ നമുക്ക് മൈലിൻ ഷീത്ത് മിസ്സിംഗ് ആണ് അല്ലെ, മൈലിൻ ഷീത്ത് നമുക്കില്ല. ആ സ്പേസിനാണ് നമ്മൾ പറയുന്നത് നോട്ട്സ് ഓഫ് റാൻവിയർ. ഓക്കെ, നോട്ട്സ് ഓഫ് റാൻവിയർ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് ഗ്ലയൽ സെൽസ് ഉണ്ട്. നമുക്ക് ഗ്ലയൽ സെൽസ് എന്താണ്, സപ്പോർട്ടിങ് സെൽസ് ആണ്. നമ്മുടെ ന്യൂറോൺസിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്ന സെൽസ് ആണ് എന്ത്, നമ്മുടെ ഗ്ലയൽ സെൽസ്. പിന്നെ നമുക്ക് ടെർമിനൽ ബട്ടൺസ് ഓർ ലൈക്ക് ദാറ്റ് എൻ പോയിന്റ്സ് ഓഫ് ദ നെർവ് സെൽ ഉണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെർമിനൽ ബട്ടൺസ് എന്ന് പഠിക്കും. നമ്മൾ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് നമ്മൾ പഠിച്ചല്ലോ. അതായത് നമുക്ക് രണ്ട് തരത്തിലുള്ള നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ ഉണ്ട്. ഒന്ന് എക്സൈറ്റേറ്ററി. ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ഉണ്ട്. പിന്നെ രണ്ടാമത്താണ് ഇൻഹിബിറ്ററി ട്രാൻസ്മിഷൻ. ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ആൻഡ് ഇൻഹിബിറ്ററി ട്രാൻസ്മിഷൻ. ഓക്കെ, എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ എന്താണ് നടക്കുന്നത്, നെർവ് ഇമ്പൾസ് സ്പീഡ് അപ്പ് ആയിട്ട് അതിന്റെ ട്രാൻസ്മിഷൻ സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് അതിനെ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് വൺ ഈസ് ഇൻഹിബിറ്ററി. ഓക്കെ, ഇൻഹിബിറ്ററി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ സ്ലോ ഡൗൺ ദ പ്രോസസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിഷൻ. ഓക്കെ, ന്യൂറോ ട്രാൻസ്മിഷൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് കാണുന്നത് ഒരു എക്സൈറ്റേറ്ററി ലൈക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ്. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എക്സൈറ്റേറ്ററി ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് കാണാം. അതായത് നെർവ് ഇമ്പൾസ് ഫ്രം സെൽ ബോഡി ത്രൂ ദ ആക്സോൺ ടു നെക്സ്റ്റ് സെൽ ബോഡി. ഓക്കെ, ഒരു സെൽ ബോഡിയിൽ നിന്ന് ആക്സോണിലൂടെ അടുത്ത സെൽ ബോഡിയിലേക്ക് ന്യൂറോ ട്രാൻസ്മിഷൻ, അതിന്റെ ലൈക്ക് ഇമ്പൾസിന്റെ സ്പീഡ് കൂടിയിട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഹിബിറ്ററി. ഓക്കെ, ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ. എന്താണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിഷൻ? അതായത് വേറെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ് ഇത് മാത്രമേ ഉള്ളൂ. അതിന്റെ ലൈക്ക് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസിന്റെ സ്പീഡ് കുറച്ചുകൂടെ സ്ലോ ആണ്. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്റർ ദാറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദിസ് ഇൻഹിബിറ്ററി. ഓക്കെ, ഇൻഹിബിറ്ററി ട്രാൻസ്മിഷൻ ഈസ് യൂഷ്വലി ലൈക്ക് ഡോപ്പാമിൻ. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നു ഡോപ്പാമിൻ വിൽ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓർ ഇൻ ദിസ് ഇൻഹിബിറ്ററി വിൽ ആക്ട് ആസ് എ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞിരുന്നു, വി ഹാവ് ലൈക്ക് കെമിക്കൽ സൈനാപ്സ് ആൻഡ് ഇലക്ട്രിക്കൽ സൈനാപ്സ്. അതായത് ലൈക്ക് വി ഹാവ് ലൈക്ക് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഉണ്ട്, പിന്നെ ഒരു സിനാപ്റ്റിക് ക്ലഫ്റ്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ പഠിച്ചിരുന്നല്ലോ. അതായത് ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ, ഇതാണ് നമ്മുടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് ആൻഡ് ഇതാണ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. ഓക്കെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ. സോ ഇവിടെ ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ഹിയർ അല്ലെ. ഇവിടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ലൈക്ക് ഇമ്പൾസ് ട്രാൻസ്മിഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ദ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വിൽ കം ആൻഡ് വിൽ
ലൈക്ക് ഓക്കുപ്പൈ ദ ലൈക്ക് വെസൈക്കിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വെസൈക്കിൾസ്. അപ്പൊ വെസൈക്കിൾസിൽ എന്ത് സംഭവിക്കും? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് വന്നിട്ട് അതിൽ ബിൽഡപ്പ് ആവും. അതിനുശേഷം ദാറ്റ് വിൽ ബി സെക്രീറ്റഡ് ഇൻ ടു ദ സൈനാപ്റ്റിക് ക്ലഫ്റ്റ്. അവിടെ നിന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പുറത്തേക്ക് വരും to the synaptic cleft and in the post synaptic membrane. അല്ലെ, ഇതാണ് നമ്മുടെ പോസ്റ്റ് സൈനാപ്റ്റിക് മെമ്പറൈൻ. അവിടെ നമുക്ക് എന്തുണ്ട്? റിസപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, റിസപ്റ്റേഴ്സ് ഉണ്ട്. അവിടെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റിസപ്റ്റേഴ്സിൽ വന്നിട്ട് ഈ ലൈക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അറ്റാച്ച് ചെയ്യും. സോ ദാറ്റ് ദർ വിൽ ബി ട്രാൻസ്മിഷൻ ഓഫ് ദ ഇമ്പൾസ് വിൽ ടേക്സ് പ്ലേസ്. Okay, that is actually called as chemical synapse. And next classification what we have studied was electrical synapse. Okay, next one എന്തായിരുന്നു? Electrical synapse ആണ്. Electrical synapse ൽ usually through channels, means ion channels വഴിയായിരിക്കും the transmission of the impulses നടക്കുന്നത് അല്ലേ. അതായത് ഇതാണ് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ and this is the post synaptic membrane അല്ലേ. ഇത് നമ്മുടെ പ്രീ സിനാപ്റ്റിക് മെമ്പറൈൻ ആണ്, ഇത് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പറൈൻ ആണ്. So between that actually we have one അയോൺ ചാനൽസ്, ഒരു അയോൺ ചാനൽസ് ഉണ്ടാവും. സോ അതിലേക്കൂടെ ആയിരിക്കും നമ്മുടെ ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ ദിസ് ഇമ്പൾസ് വിൽ ബി ട്രാൻസ്മിറ്റിംഗ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ന്യൂറോൺ through different ways. Okay, so first one was excitatory, second one is inhibitory, and another classification was like chemical, and next one is electrical identification. നമുക്ക് ഫ്രണ്ടൽ ലോബ് ഉണ്ട്, ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, ടെമ്പറൽ ലോബ് ഉണ്ട്, പെരേറ്റൽ ലോബ് ഉണ്ട് അല്ലേ. നമുക്കപ്പോ ജസ്റ്റ് 3D നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമ്മുടെ ലോബ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്നേ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ കേട്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. സോ അതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാകാം? ഇതാണ് നമ്മുടെ ഫ്രണ്ടൽ ലോബ് വരുന്നത് അല്ലെ. ഇതാണ് നമ്മുടെ ഫ്രണ്ടൽ ലോബ്, അതായത് നമ്മുടെ റൈറ്റ് സൈഡ് ഫ്രണ്ടൽ ലോബാണ് അല്ലെ. ഇത് നമ്മുടെ റൈറ്റ് സൈഡ് ഫ്രണ്ടൽ ലോബാണ്. പിന്നെ നമ്മുടെ പെരേറ്റൽ ലോബ്, ഫ്രണ്ടൽ ലോബിന്റെ ബാക്കിലേക്ക് വരുന്നതാണ് നമ്മുടെ പെരേറ്റൽ ലോബ്. ഇത് നമ്മുടെ റൈറ്റ് സൈഡ് പെരേറ്റൽ ലോബാണ്. നമുക്ക് എന്താണ്? റൈറ്റ് ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, നമ്മുടെ ബാക്ക് സൈഡിൽ ആണ് നമ്മുടെ ഓക്സിപിറ്റൽ ലോബ് വരുന്നത്. നമ്മുടെ റൈറ്റ് ഓക്സിപിറ്റൽ ലോബാണ്. ഇത് നമ്മുടെ റൈറ്റ് ടെമ്പറൽ ലോബാണ്. ഓക്കെ, ടെമ്പറൽ ലോബ് നമ്മുടെ ഇയറിന്റെ നമ്മുടെ ഇയറിന്റെ തൊട്ട് മുകളിൽ വരുന്ന ലോബാണ് നമ്മുടെ ടെമ്പോറൽ ലോബ്. ഓക്കെ, സോ നമ്മുടെ ഒരു 3D റെപ്രസെന്റേഷൻ ആണ്. ഓക്കെ, നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മുടെ ഡിഫറെന്റ് ലോബ്സ് ഓഫ് ബ്രെയിൻ. ഓക്കെ, സോ നമ്മുടെ ഫ്രണ്ടൽ ലോബ് ഉണ്ട്, ദെൻ പെരേറ്റൽ ലോബ് ഉണ്ട്, ഓക്സിപിറ്റൽ ലോബ് ഉണ്ട്, ടെമ്പോറൽ ലോബ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മളെ സെൻട്രൽ സൾക്കസ് ഐ തിങ്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സൾക്കയും ഗൈറയും നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. നമ്മുടെ സൾക്കയും ഗൈറയും പറഞ്ഞിരുന്നു. അതില് ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലെ, ഒരു ഡിപ്രഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. സോ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിപ്രഷനാണ് നമ്മൾ പറയുന്നത് സൾക്കൈ. ഡിപ്രഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൾക്കൈ. ഓക്കെ, സൾക്കൈ. സോ അപ്പം ഇതാണ് നമ്മുടെ സൾക്കസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെൻട്രൽ സൾക്കസ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമ്മുടെ ഫ്രണ്ടൽ ലോബ്. ഓക്കെ, ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ മുതൽ ഈ സെൻട്രൽ സൾക്കസ് വരെയാണ് അത് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഡിപ്രഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സൾക്കൈ എന്ന് പറയുന്നത്. ഗൈറ എന്താണ്? ഗൈറ എന്ന് പറയുന്ന ഫോൾഡ് ആണ് അല്ലെ. ഇതാണ് നമ്മുടെ ഫോൾഡ്. ഓക്കെ, നമുക്ക് 3D കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് ഞാൻ പറഞ്ഞ ഫോൾഡ് ഓഫ് സെൽസ് അല്ലെ. ഇതൊക്കെയാണ് ഓരോ ഫോൾഡ് ഓഫ് സെൽസ്. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ ഗൈറ എന്ന് പറയുന്നത്. പിന്നെ അതിനൊരു ഡിപ്രഷൻ ഉണ്ട് അല്ലെ, ഇവിടെ ഓരോരോ ഡിപ്രഷൻ ഉണ്ട് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സൾക്കസ്. അതിന്റെ ഒരു മെയിൻ സൾക്കസ് ആണ് ഈ എന്താണ്? സെൻട്രൽ സൾക്കസ്. ഓക്കെ, സെൻട്രൽ സൾക്കസ്. ഓക്കെ, സോ നമുക്ക് ഈ 3D നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ, മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ നെക്സ്റ്റ് പാർട്സ് ഓഫ് ബ്രെയിൻ. യെസ്, നമുക്ക് വളരെ നന്നായിട്ട് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് എന്തൊക്കെയാണ് നമ്മുടെ ഇത് നമ്മുടെ ലെഫ്റ്റ് ഫ്രണ്ടൽ ലോബാണ്. യെസ്, ഇത് നമ്മുടെ ഫ്രണ്ടൽ ലോബാണ്. നമ്മുടെ റൈറ്റ് സൈഡ് ഫ്രണ്ടൽ ലോബാണ്. ഓക്കെ, ദെൻ നമ്മുടെ റൈറ്റ് ടെമ്പറൽ ലോബ് ഇതാ ഇവിടെ ഉണ്ട്. നമ്മുടെ ലെഫ്റ്റ് ടെമ്പറൽ ലോബ് നമുക്ക് ഇവിടെ ഉണ്ട് അല്ലെ. പിന്നെ നമ്മുടെ സെറിബെല്ലം ഉണ്ട്, ബ്രെയിൻ സ്റ്റെം ഉണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഡയൻസെഫലോൺ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ എന്താണ്? ഈ സ്ട്രക്ചർ എന്താണ്? ഓർമ്മയുണ്ടോ? ഈ സ്ട്രക്ചർ എന്താണ്? നമ്മുടെ എന്താണ്? കോർപ്പസ് കലോസം അല്ലെ. കോർപ്പസ് കലോസം ആണിത്. ഓക്കെ, സോ നമുക്ക് ഈ 3D നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമ്മുടെ പാർട്സ് ഓഫ് ബ്രെയിൻ. ഓക്കെ, പാർട്സ് ഓഫ് ബ്രെയിൻ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. യെസ്, സോ ഇത് നമ്മുടെ എന്താണ്? നമ്മുടെ കോർപ്പസ് കലോസം ആണ് അല്ലെ, കോർപ്പസ് കലോസം. സോ കോർപ്പസ് കലോസത്തിന്റെ പാർട്സ് എന്തൊക്കെയാണ് നമ്മുടെ കോർപ്പസ് കലോസത്തിന്റെ പാർട്സ്? ഞാൻ പറഞ്ഞു, അതൊരു എക്സാമിന് ചോദിച്ചതാണ്. നമുക്ക്
യെസ്, കോർപ്പസ് ക്ലോസത്തിന്റെ പാർട്സ് എന്തൊക്കെയാണ്? നമുക്ക് ഇവിടെ നമ്മുടെ സ്പ്ലെനിയം ഉണ്ട് അല്ലെ, നമ്മുടെ സ്പ്ലെനിയം ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് ട്രങ്ക് ഉണ്ട്. പിന്നെ നമുക്ക് ജിനു ഉണ്ട് അല്ലെ, ഇത് നമ്മുടെ ജിനു ആണ്, ജിനു. Then we have rostrum. Okay, so ഇത് നമ്മുടെ rostrum ആണ്, rostrum. Okay, so ഇതാണ് നമ്മുടെ different parts of corpus callosum. Okay, different parts of corpus callosum. യെസ്. ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാം. 3D വളരെ വ്യക്തമായിട്ടത് കാണാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞ സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ, സോ നമുക്ക് 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ്. ഓക്കെ, സോ ഇതാണ് നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് കാണാൻ പറ്റും. നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കണ്ടോ, രണ്ടും കൃത്യമായിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് നമുക്കത് കാണാൻ പറ്റും. ഓക്കെ, സോ പിന്നെ ഒരു കാര്യമുണ്ട്, അതിന്റെ ഈ 2 സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിന്റെ നടുക്കൂടെ ഒരു പോർഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് മുകളിലത്തെ പോർഷൻ എന്താണ്, നമ്മുടെ false cerebri ആണ്. ഓക്കെ, false cerebri ആണ്. And it is actually divided into right and left cerebral hemispheres by ഏതാണ്, കോർപ്പസ് കലോസം. ഓക്കെ, കോർപ്പസ് കലോസം അറ്റ് ദ ബേസ്. ഓക്കെ, സോ നമ്മുടെ സ്പൈനൽ നെർവ്സ്, നമ്മൾ എത്ര പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട്? നമുക്ക് 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട് അല്ലെ, അതായത് 8 പെയേഴ്സ് ഓഫ് സെർവൈക്കൽ നെർവ്സ്, 12 പെയേഴ്സ് ഓഫ് thoracic nerves, അപ്പൊ 20 ആയി. Then 5 പെയേഴ്സ് ഓഫ് lumbar nerves and 5 പെയേഴ്സ് ഓഫ് sacral nerves, അപ്പം 30 ആയി. Then 1 പെയർ ഓഫ് coccygeal nerves. അങ്ങനെ നമുക്ക് ടോട്ടൽ 31 പെയേഴ്സ് ഓഫ് സ്പൈനൽ നെർവ്സ് ഉണ്ട് അല്ലെ. നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം, 3D നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം അല്ലെ, നമ്മുടെ നെർവ്സ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. സോ നമ്മുടെ സെർവൈക്കൽ ഏരിയയിൽ നിന്ന്, അതായത് നമ്മുടെ നെക്ക് റീജിയനിൽ നിന്ന് റൈസ് ചെയ്യുന്ന നെർവ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സെർവൈക്കൽ നെർവ്സ് എന്ന് പറയുന്നത്. നമുക്ക് 8 പെയേഴ്സ് ഓഫ് സെർവൈക്കൽ നെർവ്സ് ഉണ്ട് കണ്ടോ, അതായത് നമ്മുടെ സ്പൈനൽ കോഡ്, ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. അതിന്റെ 2 വശത്തു നിന്നും കണ്ടില്ലേ, 2 വശത്തു നിന്നും എന്ത് അറൈസ് ചെയ്യുന്നുണ്ട്, നെർവ്സ് അറൈസ് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്പൈനൽ നെർവ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് ലൈക്ക് സെർവൈക്കൽ നെർവ്സ് നമുക്ക് 8 പെയേഴ്സ് ഉണ്ട്. പിന്നെ നമുക്ക് thoracic nerves ഉണ്ട്, അത് നമുക്ക് എത്ര പെയേഴ്സ് ഉണ്ട്, 12 പെയേഴ്സ് ഉണ്ട് അല്ലെ. നമ്മുടെ thoracic vertebrae നിന്ന് കണ്ടോ 2 വശത്തു നിന്നും അറൈസ് ചെയ്യുന്നു. അപ്പൊ ഓരോന്നും നമുക്ക് ഓരോ പെയർ എന്ന് പറയും. ഓക്കെ, ഒരേ ലൈക്ക് വെർട്ടിബ്രൽ ഏരിയയിൽ നിന്ന് 2 വശത്തു നിന്നും അറൈസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അതിന് എന്ത് പറയും, 1 പെയർ എന്ന് പറയും. അപ്പൊ നമുക്ക് ടോട്ടൽ 12 പെയേഴ്സ് ഓഫ് thoracic nerves ഉണ്ട്. ദെൻ നമുക്ക് 5 പെയേഴ്സ് കണ്ടോ, ഇവിടെ കണ്ടോ 5 പെയേഴ്സ് ഓഫ് lumbar nerves ഉണ്ട്. ദെൻ 5 പെയേഴ്സ് ഓഫ് ലൈക്ക് sacral nerves ഉണ്ട്. 1 പെയർ ഓഫ് coccygeal nerves ഉണ്ട്. ഓക്കെ, സോ പിന്നെ ഒരു കാര്യം കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്, കണ്ടില്ലേ, ഹോഴ്സ് ടെയിൽ, അതായത് ലൈക്ക് കുതിരയുടെ വാല് പോലെ ഇരിക്കുന്ന ഈ ഒരു ഏരിയയുടെ, അതായത് നമ്മുടെ ഇവിടെ നമുക്ക് നമുക്കുണ്ട്, ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. ഓക്കെ, നമ്മുടെ സ്പൈനൽ കോഡ് ഇങ്ങനെ വന്നിട്ട് ഏത് ഏരിയയിലാണ് അത് എൻഡ് അപ്പ് ചെയ്യുന്നത്, ബിറ്റ്വീൻ L1 ആൻഡ് L2. ഓക്കെ, L1 L2 ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്, സ്പൈനൽ കോഡ് എൻഡ് അപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് നമ്മൾ ആ ഏരിയ അല്ലെങ്കിൽ ഈ ഏരിയ നമ്മൾ പറയുന്നത്, സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്ന ഏരിയ നമ്മൾ പറയുന്ന പേരാണ് ലൈക്ക് കോണസ് മെഡുല്ലാരിസ്. ഓക്കെ, കോണസ് മെഡുല്ലാരിസ്, കോണസ് മെഡുല്ലാരിസ്. എന്തുകൊണ്ടാണ് അതിന്റെ കോണസ് മെഡുല്ലാരിസ് എന്ന് പറയുന്നത്? കാരണം ഇവിടെ അതൊരു കോൺ പോലെയാണ് ഇരിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ വന്നിട്ട് ഇവിടെ എൻഡില് കോൺ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിനെ പറയും കോണസ് മെഡുല്ലാരിസ് എന്ന് പറയും. അതിന്റെ താഴെ അതിന്റെ താഴെ ഉണ്ട്, ഇവിടെ നമുക്ക് എഴുതിയിട്ടുണ്ട് ഹോഴ്സ് ടെയിൽ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. അതായത് ഈ സ്ട്രക്ചർ ഉണ്ടാവും, കുതിരയുടെ വാല് പോലെ ഇടുന്നത്. ഇത് എന്താണ്, അതൊരു ടഫ്റ്റ് ഓഫ് നെർവ്സ് ആണ്. ഓക്കെ, ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ടഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രൂപ്പ് ആണ്. അപ്പൊ അതൊരു ഗ്രൂപ്പ് ഓഫ് നെർവ്സ് ആണ്. സോ ആ ടഫ്റ്റ് ഓഫ് നെർവ്സ് നമ്മൾ പറയുന്നതാണ് ഹോഴ്സ് ടെയിൽ അപ്പിയറൻസ് ഉള്ളതുകൊണ്ട് ഹോഴ്സ് ടെയിൽ എന്ന് പറയും. അതിന്റെ വേറൊരു പേരാണ് കോഡ ഇക്വൈന. ഓക്കെ, കോഡ ഇക്വൈന. ഓക്കെ, സോ നമുക്ക് ഇവിടെ കോഡ ഇക്വൈന ഉണ്ട്. അതിന്റെ മുകളില് സ്പൈനൽ കോഡ് എൻഡ് ചെയ്യുന്ന ഏരിയയില് നമുക്കത് കോണസ് മെഡുല്ലാരിസ് ഉണ്ട്. വൈ? ബിക്കോസ് അതൊരു കോണിന്റെ ഷേപ്പിലാണ് അല്ലെ, അതുകൊണ്ടാണ് നമ്മൾ കോണസ് മെഡുല്ലാരിസ് എന്ന് പറയും. സോ ഇതാണ് നമ്മുടെ ലൈക്ക് സ്പൈനൽ നെർവ്സിന്റെ ഒരു ഗ്രൂപ്പ്. പിന്നെ നമുക്ക് സ്പൈനൽ കോഡിന്റെ പൊസിഷൻ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഓക്കെ, സ്പൈനൽ കോഡ് അപ്പൊ ഈ ഡയഗ്രത്തിൽ നമുക്ക് കാണാം. നമുക്ക് 3D ആകുമ്പോൾ നമുക്ക് നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നമുക്കിത് കാണാൻ പറ്റും. ഓക്കെ, നമുക്കിതിൽ എന്താണ്, ഇത്
ഇതാണ് അതിന്റെ പോസ്റ്റീരിയർ വ്യൂ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഒരു പോസ്റ്റീരിയർ വ്യൂ. കാരണം ബാക്ക് നമ്മളിങ്ങനെ ഒന്ന് പാൽപേറ്റ് ചെയ്ത് നമ്മുടെ വെർട്ടിബ്ര ഒന്ന് നമ്മൾ പാൽപേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്റ്റഡ് പോർഷൻസ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. ആ പ്രൊജക്റ്റഡ് പോർഷൻസ് ആണ് ഈ നിൽക്കുന്നത്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ പ്രൊജക്റ്റഡ് പോർഷൻസ് ആണ്. സോ ഇത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. നമ്മുടെ ആന്റീരിയർ വ്യൂ ഇതാണ്. നമ്മുടെ മീൻസ് ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഉള്ള വ്യൂ ഇതാണ്. സോ നമുക്ക് പോസ്റ്റീരിയർ വ്യൂ ജസ്റ്റ് നോക്കാം. യെസ്, സോ നമുക്ക് എന്തൊക്കെയുണ്ട്? യെസ്, this is the lateral view, this is the posterior view. Okay, so നമുക്ക് yes ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ് വന്നിട്ട് യെസ് ഇവിടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് ഇരിക്കുന്നത്. അതിന് നമുക്ക് 3 കവറേജ് ഉണ്ടെന്ന് നമ്മൾ ഇതിന് മുന്നിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ. അതായത് പയാമാറ്റർ ഉണ്ട്, അത് ഏറ്റവും ഇന്നർ സൈഡ് ആണ്. ദെൻ നമുക്ക് മിഡിൽ അരക്കിനോയിഡ് ഉണ്ട് ആൻഡ് ഔട്ടർ വി ഹാവ് ദ ഡ്യൂറാ മാറ്റർ. ഓക്കെ, ഔട്ടർ ഡ്യൂറ ഉണ്ട്, മിഡിൽ അരക്കിനോയിഡ് ഉണ്ട്, ഇന്നർ പയാമാറ്റർ ഉണ്ട്. ഇതാണ് നമ്മുടെ ഡ്യൂറാ മാറ്റർ, ഇത് നമ്മുടെ അരക്കിനോയിഡ് മാറ്റർ ആൻഡ് ദിസ് വൺ ഈസ് ദ പിയാ മാറ്റർ. ഓക്കെ, ഇതാണ് നമ്മുടെ എന്ത് പിയാ മാറ്റർ. ഓക്കെ, സോ പിയാ മാറ്റർ ഇതാണ്. സോ സ്പൈനൽ കോഡ് എവിടെയാണ്? ഇതാണ് നമ്മുടെ സ്പൈനൽ കോഡ്. അതായത് നമ്മുടെ ലൈക്ക് ഇത് നമ്മുടെ വെർട്ടിബ്രയാണ്. ആ വെർട്ടിബ്രയുടെ ഇടയിൽ കൂടെ ഇത് നമ്മുടെ വെർട്ടിബ്രയാണ്. അതിന്റെ ഇടയിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. ആ ഓപ്പണിംഗിൽ കൂടെയാണ് നമ്മുടെ സ്പൈനൽ കോഡ് കണ്ടല്ലേ ഈ സ്പൈനൽ കോഡ് കടന്നു പോകുന്നത്. ഓക്കെ, സ്പൈനൽ കോഡ് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. യെസ്, സോ this is what is called as spinal cord and we have the spinal nerves. Spinal cord idana and we have the spinal nerves at the both ends. Okay, രണ്ട് സൈഡിൽ കൂടെ എന്താണ് നമുക്കുള്ളത്? സ്പൈനൽ nerves ഉണ്ട്. ഇത് നമുക്ക് എന്താണ്? ഇത് 1 pair of spinal nerves ആണ് അല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ ബ്രെയിനിലാണെങ്കിൽ എന്താണ്? ബ്രെയിൻ ഔട്ടർ പോർഷൻ ഗ്രേ മാറ്റർ ആണ്, വേറെ സ്പൈനിൽ എന്താണ്? ഔട്ടർ പോർഷൻ വൈറ്റ് മാറ്റർ ആണ്. കണ്ടില്ലേ, ഇത് നമുക്ക് ഔട്ടർ പോർഷൻ വൈറ്റ് മാറ്റർ ആണ് ആൻഡ് ഇന്നർ പോർഷൻ ഈസ് ദ ഗ്രേ മാറ്റർ. ഓക്കെ, സോ ഇത് നമ്മുടെ പോസ്റ്റീരിയർ ഹോൺ ആണ്, ഇത് നമ്മുടെ ആന്റീരിയർ ഹോൺ ആണ്. അതായത് പോസ്റ്റീരിയർ സൈഡ് ആണ്, ഇത് ബാക്ക് സൈഡ് ആണ്. ഇത് നമ്മുടെ ആന്റീരിയർ ഹോൺ ആണ് അല്ലെങ്കിൽ ആന്റീരിയർ സൈഡ് ആണ്. അവിടെയുള്ള ഗ്രേ മാറ്റർ ആണ് ഇത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ നെർവ്സ് എക്സിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ഇത്. ഇവിടെ നമുക്ക് കാണാം anterior or ventral nerve root and here we have dorsal root ganglion and here we have the posterior or dorsal root here. This is the posterior root and this is the anterior root. Okay, so that like ഇവിടുന്ന് ഇങ്ങനെയാണ് നമ്മുടെ nerves exit ആയി പോകുന്നത്. Okay, so 3D യിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് കാണുവാനായിട്ട് കഴിയും. Okay, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ പെത്തോളജി അല്ലെങ്കിൽ ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കും ലൈക്ക് PIVD, അതായത് പ്രൊലാപ്സ്ഡ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് അല്ലെങ്കിൽ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊരു ലൈക്ക് കണ്ടീഷൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മളത് ഡിസീസ് കണ്ടീഷൻ പഠിക്കുമ്പോൾ പഠിക്കും. അതിൽ എന്താണ് നമ്മുടെ ലൈക്ക് ഓരോ വെർട്ടിബ്രയ്ക്കും ഇടയിൽ ഇത് നമുക്ക് ഇവിടെ കാണാം. ഇത് നമ്മുടെ ഒരു വെർട്ടിബ്രയാണ്. ഓക്കെ, ഇത് നമ്മുടെ ആന്റീരിയർ വ്യൂ ആണ്. ഇവിടെ ബാക്കിൽ ഇത് നമ്മുടെ പോസ്റ്റീരിയർ വ്യൂ ആണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഒരു വെർട്ടിബ്ര ഉണ്ട്, അതിന്റെ മുകളിൽ ഇവിടെ അടുത്ത വെർട്ടിബ്ര ഉണ്ട്. അതിന്റെ ഇടയിൽ എന്തുണ്ട്? നമുക്കൊരു ലൈക്ക് പോർഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിന്റെ പേരാണ് ഡിസ്ക് അല്ലെങ്കിൽ ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. ഓക്കെ, ഇന്റർ മീൻസ് ബിറ്റ്വീൻ. അപ്പൊ രണ്ട് വെർട്ടിബ്രയ്ക്ക് ഇടയിലിരിക്കുന്ന ഒരു പോർഷന് ഒരു ഡിസ്ക് പോർഷൻ ഉണ്ട്. അതിന്റെ പേരാണ് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക്. ഓക്കെ, സോ നമ്മൾ കൂടുതലായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വലിയ എക്സസൈസ് ഒന്നും ഇല്ല. നമ്മുടെ ബാക്ക് മസിൽ ഒന്നും അത്ര സ്ട്രോങ് അല്ല. ഓക്കെ, നമ്മുടെ ബാക്ക് മസിൽ അത്ര സ്ട്രോങ് അല്ല. നമ്മൾ എപ്പോഴും വെയിറ്റ് ഒക്കെ എടുക്കുന്നുണ്ട്, കുനിഞ്ഞ് നമ്മൾ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, 2 വീലറിൽ നമ്മൾ കൂടുതലായിട്ട് യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ ബാക്ക് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ലംബാർ ഏരിയയിൽ കൂടുതലായിട്ട് എന്ത് വരും? സ്ട്രെയിൻ വരും. ഓക്കെ, ലംബാർ ഏരിയയിൽ സ്ട്രെയിൻ വരും. സ്ട്രെയിൻ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ ഈ ഡിസ്ക് പതിയെ ഈ വെർട്ടിബ്ര, ഈ 2 വെർട്ടിബ്ര, ഇവിടെ ഒരു വെർട്ടിബ്ര ഉണ്ട്, ഇവിടെ ഒരു വെർട്ടിബ്ര ഉണ്ട്, അതിനിടയിൽ നിന്ന് ഈ ഡിസ്ക് കുറച്ച് തള്ളി പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നിട്ട് എന്ത് സംഭവിക്കും? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്ക് നെർവ്സ് ഉണ്ട്, 2 സൈഡിൽ നമുക്ക് നെർവ്സ് ഉണ്ട് അല്ലേ. ആ നെർവ്സിന്റെ പോയിട്ട് അത് കംപ്രസ് ചെയ്യും. ഓക്കെ, നമുക്ക് കണ്ട 3D വളരെ ഭംഗിയായിട്ട് കാണാം. ഇത് ഒരു വെർട്ടിബ്ര, ഇതിന്റെ മുകളിൽ വേറൊരു വെർട്ടിബ്ര വരും, അതിനിടയിൽ ഇതാണ് നമ്മുടെ ഡിസ്ക്. ഓക്കെ, സോ ഡിസ്കിന് മെയിൻ ആയിട്ട് 2 ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന്റെ സെന്റർ ഒരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനാണ് നമ്മൾ ന്യൂക്ലിയസ് പൾപ്പോസസ് എന്ന് പറയും. പിന്നെ നമുക്ക് അതിനെ കവറപ്പ് ചെയ്തിട്ട് വേറൊരു സ്ട്രക്ചർ ഉണ്ട്, അതിനാണ് നമ്മൾ ആനുലസ് ഫൈബ്രോസിസ് എന്ന് പറയും. ഓക്കെ, ആനുലസ് ഫൈബ്രോസിസ് ഉണ്ട്, ന്യൂക്ലിയസ് പൾപ്പോസസ് ഉണ്ട്. അതിനകത്തുനിന്ന് ഇങ്ങനെ 2 വെർട്ടിബ്ര വന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിന് നടുക്കുള്ള ന്യൂക്ലിയസ് പൾപ്പോസസ് തള്ളി എവിടെയാണോ വീക്ക് ആയിട്ടുള്ള പോർഷൻ ഉള്ളത് അതിലേക്കൂടെ തള്ളി പുറത്തേക്ക് പോകും. പുറത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ സ്പൈനൽ നെർവ്സിലേക്ക് കേട്ടോ, നെർവ്സിനെ എന്ത് ചെയ്യും? അത് കംപ്രസ് ചെയ്യും. നെർവ്സിനെ കംപ്രസ്
കംപ്രസ് ചെയ്തിട്ട് എന്താണ് അതിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻസ് ലൈക്ക് പെയിൻ ഉണ്ടാവും, പിന്നെ ആ പെയിൻ തന്നെ റേഡിയേറ്റ് ചെയ്യും, താഴേക്ക് റേഡിയേറ്റ് ചെയ്ത് പോകും. അതിന് നമ്മൾ സയാറ്റിക്ക എന്ന് പറയും. ഓക്കെ, സയാറ്റിക്ക മീൻസ് ഇറ്റ് വിൽ കംപ്രസ് ദ സയാറ്റിക് നെർവ് ആൻഡ് ഇറ്റ് വിൽ കോസ് പെയിൻ വിച്ച് ഇസ് കോൾഡ് ആസ് സയാറ്റിക്ക. ഓക്കെ, അങ്ങനെയുള്ള പെയിൻ ഉണ്ടാവും, പിന്നെ വീക്ക്നെസ് ഉണ്ടാവും, പിന്നെ ടിങ്ക്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും. ഓക്കെ, സോ ഇതെല്ലാം ആ ഡിസീസ് കണ്ടീഷന്റെ, അതായത് ഇന്റർ വെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും. ഓക്കെ, സോ നമുക്ക് അതിൽ 3D വളരെ ഭംഗിയായിട്ട് കണ്ടോ ഈ ഡിസീസ് കണ്ടീഷൻ നമുക്ക് കാണുവാനായിട്ട്. ഞാൻ പറഞ്ഞു നേരത്തെ വാൽവുകൾ, കാർഡിയാക് വാൽവ്സ് ഒക്കെ ഉണ്ടെന്നത്. ഇതാണ് ട്രൈകസ്പിഡ്. ട്രൈകസ്പിഡ് എവിടെയാണ് ഇരിക്കുന്നത്? ട്രൈകസ്പിഡ് എവിടെയാണ് ഇരിക്കുന്നത്? പറയൂ, എവിടെ ട്രൈകസ്പിഡ് വാൽവ് ഇരിക്കുന്നത്? എവിടെയാണ്? റൈറ്റ് ഏട്രിയവും വെൻട്രിക്കിളും തമ്മിലാണ് ട്രൈകസ്പിഡ്. ദെൻ ദിസ് ഈസ് ബൈകസ്പ്. കണ്ടോ, ഒരു കസ്പ്, രണ്ട് കസ്പ്. ഇവിടെയാണെങ്കിലോ 1, 2, 3 കസ്പുകൾ. ഇത് രണ്ടുമാണ് ഏത്? സെമി ലൂണാർ വാൽവ്സ്. ഓക്കെ, സെമി ലൂണാർ വാൽവ്സിലും എന്താണ് 3 കസ്പുകൾ. അതൊരു വീഡിയോയിൽ കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് അഡൽട്ട് ഹ്യൂമൻ ഹാർട്ട്. ഇതിന്റെ വാൽവ്സ് കാണിക്കാനാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നത്. അപ്പൊ ഈ ഒരു വാൽവ്സ് ഇതാണ് നോർമൽ അനാട്ടമിക്കൽ സ്ട്രക്ചർ ആൻഡ് പൊസിഷൻ ഓഫ് ദി ഹാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കപ്പോ ഇതിന്റെ എന്താണ് വാൽവ്സ് നമുക്ക് നോക്കാം. എത്ര വാൽവ്സ് ആണുള്ളത്? ഓക്കെ, കണ്ടോ? ഓക്കെ, ഹാർട്ടിന്റെ വാൽവ്സ് 2 സെമി ലൂണാർ വാൽവ്സും ഉണ്ട്, 2 AV വാൽവ്സും ഉണ്ട്. AV വാൽവ്സ് ഏതൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് വൺ, ദിസ് വൺ ഈസ് റൈറ്റ് ഏട്രിയം, then right ventricle, left atrium and left ventricle. Okay, അപ്പോ ഫസ്റ്റ് ട്രൈകസ്പിഡ്. ഇത് കാണുന്നുണ്ടോ? ട്രൈകസ്പിഡ് എന്ന് പറഞ്ഞാൽ 3 കസ്പുകളുണ്ട്. ദ ഫസ്റ്റ് കസ്പ് ഏതാണ്? ഓക്കെ, 1 minute. ഓക്കെ, 3 കസ്പ്. 1, 2, 3 കസ്പ്, ട്രൈകസ്പിഡ്. ദെൻ ബൈകസ്പിഡ്. ഇതാ കണ്ടോ, ഏതൊക്കെ തമ്മിലാണ്? നമ്മുടെ ലെഫ്റ്റ് ഏട്രിയവും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിലുള്ളത് ഏതാണ്? ബൈകസ്പിഡ്. ഫസ്റ്റ് കസ്പ്, സെക്കൻഡ് കസ്പ്. ഇവിടെ കണ്ടോ, നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ ഹാർട്ട് എന്താ സംഭവിക്കുന്നത്? ഇൻഫീരിയർ വീനക്കാവയിൽ നിന്നും സുപ്പീരിയർ വീനക്കാവയിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ്, ദാറ്റ് ഈസ് ബ്ലൂ. ഓക്കെ, ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ റൈറ്റ് വെൻട്രിക്കിളിൽ വരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ ആരുണ്ട്? നമ്മുടെ സെമി ലൂണാർ വാൽവ്. ഏതൊക്കെയാണ്? അതും ഏതാണ്? ട്രൈകസ്പിഡ്. കണ്ടോ, കസ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? നമ്മുടെ കാർഡിയാക് കൺട്രാക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ കസ്പുകൾ ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? മുകളിലോട്ട്, അപ്പർ പാർട്ടിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിപ്പോ നോക്കിക്കോളൂ, ഇവിടെ നിന്ന് ദ കൺട്രാക്ഷൻ വന്നു, നേരെ പൾമണറി ആർട്ടറി വഴി ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ നിന്ന് ഏതാണ്? പൾമണറി വെയിൻ. കണ്ടോ, ഇത് രണ്ടുമാണ് പൾമണറി വെയിൻ. പൾമണറി വെയിൻ വഴി എന്ത് സംഭവിക്കുന്നു? നോക്കിക്കോളൂ, കൺട്രാക്ഷൻ സമയത്ത് പൾമണറി വെയിൻ വഴി നേരെ ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലോട്ട് വരുന്നു. വീണ്ടും ഹാർട്ട് എന്ത് ചെയ്യുന്നു? കൺട്രാക്ഷൻ സമയത്ത് അയോട്ട വഴി നമുക്ക് പുറത്തു പോകുന്നു. കസ്പുകളെല്ലാം ക്ലിയർ ആയോ? ട്രൈകസ്പിഡ്, ബൈകസ്പിഡ്. ഓക്കെ, അതേപോലെ സെമി ലൂണാർ കണ്ടോ, മുകളിലോട്ടാണ് ഓപ്പൺ ചെയ്യുന്നത്. പോകുന്നുണ്ടോ? ഓപ്പൺ ചെയ്യുന്നത് കണ്ടോ? ഓക്കെ, അതിനാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, നമുക്ക് ഏതൊരു ആംഗിളിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഇത് കാണാൻ പറ്റും. ഇങ്ങനെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരുപാട് അനിമേഷനും കാര്യങ്ങളിലും കൂടി ആയിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുക.